നമ്മുടെ ഈ സൈബർ തട്ടിപ്പ് അതിഭീകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇന്ത്യയൊക്കെ വന്നതോടുകൂടി തട്ടിപ്പിന്റെ അങ്ങേ അറ്റമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ മുംബൈയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ഒരു 36-കാരിയായിട്ടുള്ള അഭിഭാഷകയിൽ, മുംബൈ അന്ധേരിയിൽ താമസിക്കുന്ന അഭിഭാഷകയെ അവരെ വിളിച്ചിട്ട് അവരെ ഒരു സൈബർ കള്ളപ്പണ കേസിൽ കുടുക്കിയെന്നും ഈ ട്രോയ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മൊബൈലിലേക്ക് കോൾ വന്നത്. നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് കോളുകൾ ഇത്തരത്തിൽ വരാറുണ്ട്. കൂടുതലും ഇതിൽ പെട്ടുപോകുന്നത് നമുക്കറിയാം ഈ 36 വയസ്സ്, 40 വയസ്സ്, പിന്നെ 50 വയസ്സ് വയോധികരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ബന്ധുക്കൾ തന്നെ എന്നോട് വന്നിട്ട് ഇപ്പം ഒരു മെസ്സേജ് നമ്മളെ ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സ്പാം ആണോ അല്ലേ. പക്ഷെ ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇവരൊരു മെസ്സേജ് വരും, ഇപ്പൊ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു, നിങ്ങൾ ആ പൈസ കൈപ്പറ്റുവാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് ഫേക്ക് ആണ് മെസ്സേജ് എന്ന്. പിന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ തരാൻ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊക്കെ മെസ്സേജ്. പക്ഷെ ഇവർക്ക് വളരെ ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇവര് വന്ന് ചോദിക്കുന്നത് ഇത് പൈസ എങ്ങനെ എടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇല്ല ഇത് ഫേക്ക് ആണ്, നിങ്ങളൊന്നും ക്ലിക്ക് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഫോൺ പേ, ഗൂഗിൾ പേ, വാട്സപ്പ് പേ ഉണ്ടെങ്കിൽ അത്, ബജാജ് EMI ഉണ്ടെങ്കിൽ അത്, പിന്നെ നിങ്ങളുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും, പിന്നെ ഗാലറി, ഇതെല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ തട്ടിപ്പ് വ്യാപകമാവുകയാണ്. ആ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് ഈ 36-കാരിയായിട്ടുള്ള അഭിഭാഷക. എന്താണ് അത്, അതിന്റെ ഒരു സ്റ്റോറി എന്താണ്? ഈ 36-കാരിയായ അഭിഭാഷക എന്ന് പറയുമ്പോൾ തനിഷ് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ചില പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ അടുത്ത് ജെറി അമൽദേവ്, സംഗീത സംവിധായകൻ, വളരെ ഫേമസ് ആയിട്ടുള്ള സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന് ഇവരിങ്ങനെ തടവിലാക്കിയിട്ട്, ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, തടവിലാക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. തടവിലാക്കിയിട്ട് ബാങ്കിൽ നിന്ന് എത്ര രൂപ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അത് വേറൊരു തട്ടിപ്പാണല്ലേ? വേറൊരു തട്ടിപ്പ്. നിങ്ങൾ ഒരു വെർച്വൽ അറസ്റ്റിലാണ്. അതെ അതെ. ഇപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു, നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അത് ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, എന്നിട്ട് ഒരാൾ വിളിക്കും. ഒരാൾ വിളിച്ചിട്ട് അയാൾ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, നിങ്ങൾ നിരന്തരമായിട്ട് പോൺ മൂവീസ് കാണുന്ന ആളാണല്ലോ, അപ്പം അത് സർക്കാർ നിങ്ങളെ വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ്, CBI കേസ് അന്വേഷിക്കുന്നുണ്ട്, ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ് അതൊക്കെ തട്ടിപ്പാണ്. അങ്ങനെ ഒരു സാധനങ്ങളും ഉണ്ടാകാനുള്ള ഒരു ഇതില്ല. പക്ഷെ ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജും സമാനമായിട്ടുള്ള, അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഫേക്കുകളാണ് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം ഒരു ബോധം നമുക്ക് ബാങ്ക് അക്കൗണ്ട്. അതിന് ഞാനൊരു ചെറിയ സിമ്പിൾ ആയിട്ടൊരു ടിപ്പ് കൂടെ പറഞ്ഞു. അതായത് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ അതിന്റെ കൂടെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഒരിക്കലും ബാങ്കുകാർ ലിങ്ക് അയക്കില്ല. ലിങ്ക് അയക്കുന്നുണ്ടെങ്കിൽ ഉടായ്പകാരെ അയക്കും. ബാങ്കുകാർ കൃത്യമായിട്ട്, ഇപ്പം ഫെഡറൽ ബാങ്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് ഫെഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. എന്തുണ്ടെങ്കിലും ആ ആപ്പ് വഴിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ലിങ്കിന്റെ പരിപാടിയേ ഇല്ല. SBIക്ക് യോനോ ആപ്പ് ഉണ്ട്, അതുപോലെ എല്ലാത്തിനും ആപ്പ് ഉണ്ടല്ലേ? ഈ യോനോ ആപ്പ് ഇല്ലാതെ എനിക്ക് SBI അല്ല അക്കൗണ്ട്, പക്ഷെ എനിക്ക് സ്ഥിരമായി മെസ്സേജ് വരാറുണ്ട്, നിങ്ങളുടെ കാർഡ് SBIയിൽ നിന്നുള്ള നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. എനിക്ക് SBIയുടെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ SBI അക്കൗണ്ട് ഇല്ലാത്ത ആളിന് ഈ മെസ്സേജ് ചെല്ലുമ്പോഴും അവരും കയറി ക്ലിക്ക് ചെയ്യും. അതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ ഈ അഭിഭാഷക അവരോട് പറഞ്ഞത്, നരേഷ് ഗോയൽ ഉണ്ടല്ലോ, നരേഷ് ഗോയൽ, അദ്ദേഹം തട്ടിപ്പ് കേസിലകത്താണ്, കള്ളപ്പണ കേസിൽ. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് ആദ്യം ട്രായ് എന്ന് പറഞ്ഞു, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ചിട്ട് കള്ളപ്പണ കേസ് ഉണ്ട്, അപ്പം നരേഷ് ഗോയലിന്റെ കേസിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇവർ അഭിഭാഷകയാണ്, എവിടുന്നാണ് ഇവർ LLB എടുത്തതെന്ന് നമുക്കറിയത്തില്ല. നരേഷ് ഗോയലിന്റെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ ഈ സിം കാർഡ് പരിശോധിക്കണം, സൈബർ സെല്ലിലേക്ക് സിം കാർഡ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ദേഹപരിശോധന നടത്തണം, അപ്പോൾ നിങ്ങളുടെ ഈ തന്നിട്ടുള്ള പിന്നെ ശരീരത്തിലെ അടയാളങ്ങളൊക്കെ കൃത്യമാണോ എന്ന് അറിയണം, ഞങ്ങളുടെ രേഖയിലുള്ള അടയാളങ്ങളൊക്കെ തന്നെയാണ്, കാരണം ആള് നിങ്ങളാണോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ദേഹപരിശോധന. അപ്പോൾ ഇവർ ഏതോ മാളിൽ നിൽക്കുകയാണ്, ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ്. ഇവരെന്ത് ചെയ്തു, ഇവർ ഓടിപ്പോയിട്ട് ഒരു റൂം എടുത്തു ഹോട്ടലിൽ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂം എടുത്തിട്ട് ഇവര്, അപ്പൊ അവര് പറഞ്ഞതനുസരിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി ഇവര് പൂർണ്ണ നഗ്നയായി. വീഡിയോ കോളിൽ അപ്പോൾ വീഡിയോ കോളിൽ പൂർണ്ണ നഗ്നയായി അവരത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു 50,000 രൂപ. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇത് ഈ കേസ് ഒതുക്കി തീർക്കാം, അപ്പൊ 50,000 രൂപ ഇപ്പൊ പിഴയായിട്ട് അടയ്ക്കണം. ഇവരൊരു അഭിഭാഷകയാണ്. അതാണ് നമ്മളുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മളാണെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് വ്യാജ അഭിഭാഷകയായിരിക്കാം. അല്ലെങ്കിൽ ഇവര്
എന്തെങ്കിലും ക്രൈം ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒരു ക്രൈം, അഭിഭാഷകയാണല്ലോ, പല ക്രൈമുകളും എന്താണ് അവർ പ്രതിക്ക് അനുകൂലമായിട്ട് ഒതുക്കി തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, സെറ്റിൽ ചെയ്യും, അതിന്റെ ഒരു പങ്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ഫോൺ വന്നപ്പോ ഇനി അതാ വല്ലതും ആയിരിക്കും എന്നുള്ള കണക്ഷനിൽ അവർ പേടിച്ചതായിരിക്കാം. അപ്പൊ എന്തായാലും 50,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതെല്ലാം കൂടെ അയച്ചു കൊടുത്തു. എന്നിട്ട് കൂടുതൽ തുക ആവശ്യപ്പെടാൻ തുടങ്ങി, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. അപ്പോഴാണ് ഈ അഭിഭാഷകയ്ക്ക് ബോധം വന്നത്, എന്നെ കബളിപ്പിച്ചതാണ്, ഞാൻ കബളിപ്പിക്കപ്പെട്ടു, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസൊന്നും ഇല്ല എന്നുള്ളത് അപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇത്രയും അതായത് നിയമത്തെക്കുറിച്ച് ബോധ്യമുള്ള അഭിഭാഷകയാണ്. അവർ പോലും ഇങ്ങനെ ഒരു കെണിയിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നിയമം പഠിച്ച ഒരാളാണ്, അവർക്കറിയാമല്ലോ ഇങ്ങനൊരു കോൾ വരുമ്പോൾ. നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ ഏതെങ്കിലും കേസിനകത്ത് ഉണ്ടായി കാണും. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഈ നരേഷ് ഗോയലിന്റെ പേരൊക്കെ പറയുമ്പോൾ, അതായത് ജെറ്റ് എയർവേസ് സ്ഥാപകനായിട്ടുള്ള നരേഷ് ഗോയൽ ഉൾപ്പെട്ട കള്ളപ്പണ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരുടെ പേര്. ഓ അത് ശരി. അപ്പൊ അത് കേട്ടോ അത് വിശ്വസിച്ചേനെ. അപ്പൊ ഒരുപക്ഷെ ഇവർക്ക് നരേഷ് ഗോയൽ ആരാണെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പൊ നരേഷ് ഗോയലിന് അതുകൊണ്ട് സൈബർ സെല്ലിലേക്ക് ഫോൺ കൈമാറണം എന്ന് പറയുന്നു, ജെറ്റ് എയർവേസിലെ ഈ കാര്യം പറയുന്നു. അപ്പൊ ഇവർക്കെതിരെ കേസെടുത്തെന്ന് പറയുന്നു. അങ്ങനെ ഇവര് സ്വന്തമായി കാശ് ചെലവാക്കി വളരെ ഉദാരമതിയായ ഒരു അഭിഭാഷകയാണ്. അപ്പൊ ഞാൻ എന്റെ ഫോൺ ചെക്ക് ചെയ്യായിരുന്നു, എന്റെ ഫോണിൽ ഇതുപോലെ എന്തോരം മെസ്സേജസ് ഞാൻ വായിക്കാറ് പോലുമില്ല. ഡിയർ ഗ്രീൻ കാർഡ് മെമ്പർ, ഗെറ്റ് ₹750 ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജുകൾ ഇതുപോലെ, നിങ്ങൾക്ക് ലോണ് തരാം, ഡിയർ യൂസർ യു ഹാവ് ഏൺഡ് എക്സ്ക്ലൂസീവ് കൂപ്പൺസ് ക്രാഫ്റ്റഡ് എസ്പെഷ്യലി ഫോർ യു എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഓൺ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലെയിം ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇത് വരുമ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം ഇത് ഏതിൽ നിന്ന്. പക്ഷെ എനിക്ക് അത് മനസ്സിലാവും കേട്ടോ, ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് കൃത്യമായിട്ടും എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഏതിൽ നിന്നാണ് വരുന്നത് അത് ഏതാണ് ഇത് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു ATM നിന്ന് പൈസ വലിച്ചു കഴിയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വരുമല്ലോ ഫെഡ് ബാങ്കിൽ. കൃത്യമായിട്ട് നമുക്കത് നോട്ട് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് വരുമ്പോൾ അതൊന്ന് പിൻ ചെയ്ത് മുകളിൽ ഇട്ടിരുന്നാൽ മതി. അതിനകത്താണ് ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ലോൺ ആപ്പിൽ പെട്ടുപോയി. ലോൺ ആപ്പിൽ പെട്ടപ്പോ അവന്റെ നഗ്നചിത്രങ്ങളും അവന്റെ വീട്ടുകാരുടെ നഗ്നചിത്രങ്ങളും സകലതും എടുത്തിട്ട് വീട്ടുകാരുടെ ചിത്രങ്ങൾ എടുത്തു. അതെന്ന് പറഞ്ഞാൽ ഈ ലോൺ ആപ്പിൽ പെടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ലോൺ ആപ്പിൽ പെടുമ്പോൾ ക്യാമറയും നമ്മുടെ ഈ ഗാലറിയും അവരുടെ കയ്യിലായി പോകും, ആക്സസ് ആയി പോകും അവരുടെ കയ്യിൽ. മനസ്സിലായില്ലേ? അതാണ് ഈ ലോൺ ആപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിപ്പോ ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ ലിങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാൻ പറയും. ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അനാവശ്യമായിട്ടുള്ള ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ അവരുടെ കയ്യിലാവും. പിന്നെ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ നമുക്കറിയാം, കുളിമുറിയിലൊക്കെ നമ്മൾ ക്യാമറയും കൊണ്ട് പോകുന്ന ടീമാണ്. കുളിമുറിയില് ബാത്റൂമിൽ ഇരിക്കുമ്പോ പണ്ട് പത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ഫോൺ വഴി വായിച്ചാലേ നമുക്ക് മലശോധന കൃത്യമാവും. അല്ല, അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇത് കൂടെയാണ്. എനിക്കും അങ്ങനെ ഞാൻ ഫോണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഞാൻ കണ്ടുപിടിക്കുന്നത് ബാത്റൂമിൽ നിന്ന് ഫോൺ വാർത്ത കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ബാത്റൂമിൽ ഫോണും കൊണ്ട് പോകുന്ന ടീമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ അനാവശ്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറ അവരുടെ അടുത്തേക്ക് പോകും, ക്യാമറയുടെ ആക്സസ് പോകും. ക്യാമറയുടെ ആക്സസ് അവരേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ വസ്ത്രം മാറുമ്പോൾ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ബാത്റൂമിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സ്വകാര്യ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ഇത് ആക്സസ് കിട്ടും. പിന്നെ ഈ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസും അവരുടെ കയ്യിലേക്കാവും. ഇവർ ഈ ഫോട്ടോ ചെയ്യുന്നത് നമുക്കറിയാലോ, ഡീപ് ഫേക്കിന്റെ കാലഘട്ടമാണ്. ഈ രശ്മിക മന്ദാനയുടെ ഒരു ഡീപ് ഫേക്ക് വന്നപ്പം രാജ്യം മുഴുവൻ വലിയ വാർത്തയായി. അമിതാഭ് ബച്ചനൊക്കെ ട്വീറ്റ് ചെയ്തു, നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. നരേന്ദ്രമോദി പറഞ്ഞു ഇത് വളരെ അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് AI സംവിധാനം പോകുന്നത്, അത് നമ്മൾ ഇപ്പോഴേ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് മനുഷ്യനെ തന്നെ ഭീഷണിയാവും. നമ്മുടെ ഈ എന്തിനും സിനിമ കണ്ടതുപോലെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയ അവസാനം അത് മനുഷ്യനെ നേരെ തിരിയുന്ന സാഹചര്യം, അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ അതിന് എന്ത് ചെയ്യണം? എലോൺ മസ്ക് അടക്കം പറഞ്ഞത് AI-യുടെ ഒരു പിടി നമ്മുടെ കയ്യിൽ വെച്ചേക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഡൈനോസറുകളെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് മനുഷ്യൻ വന്നു. ഇനി മനുഷ്യൻ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് അടുത്ത് വരാൻ പോകുന്നത് AI പരമായിട്ടുള്ള എന്തെങ്കിലും. ഇപ്പൊ സോംനാഥ് അടക്കം പറഞ്ഞ അറിയാമോ ചേട്ടനും? സോംനാഥ് പറഞ്ഞത്, ISRO ചെയർമാനായിട്ടുള്ള സോംനാഥ് പറഞ്ഞത്, ഈ AI-യുടെ ഭാവി എന്താണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ഭാവിയിൽ നമ്മുടെ മനുഷ്യൻ പരിണമിക്കും. മനുഷ്യനില്ലേ, നമ്മുടെ ഈ ഇതിൽ നിന്ന് പരിണമിക്കും.
നമ്മുടെ ഇതിൽ നിന്ന് പരിണമിച്ച് നമ്മൾ ആദ്യം കുരങ്ങനായിരുന്നു, അതിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊന്നും വലിയ ഇതൊന്നുമില്ല, ഡാർവിന്റെ സിദ്ധാന്തമൊക്കെയാണ്, അതിലും ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. പരിണമിച്ച് മനുഷ്യനായെന്ന് പറയുന്നത്. ഇനി മനുഷ്യൻ പരിണമിക്കും. അതിന്റെ ഒരു തുടക്കമാണ് ഈ AI. അതിന്റെയൊക്കെ വളരെ എന്തോ ചവിട്ടുപടികൾ പോലും ആയിട്ടില്ല, നമ്മൾ ആ പുൽനാമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് മനുഷ്യൻ പരിണമിക്കുമ്പോൾ ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ബുദ്ധിയുടെ അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പറയുന്നത്. നമുക്കൊരു കോൺഷ്യസ്നസ് ഉണ്ടല്ലോ, ഒരു ബോധം, ആ ബോധത്തിന്റെ ഭാഗമായിട്ട് ലയിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിനുകളിൽ AI ചിപ്പുകൾ വരെ ഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പറയുന്നത് നമ്മുടെ ചിപ്പ് ആരോ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. തുടക്കമായിട്ടുണ്ട്, എല്ലാത്തിനും ഘടിപ്പിക്കാനുള്ള ഇതായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ജോൺ റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തി പിന്നെ AI നിയന്ത്രിക്കുന്ന ജോൺ റിച്ചാർഡ് ആയിരിക്കും, മനസ്സിലായില്ലേ, ആയി മാറും. പിന്നെ AI ആണ് മൊത്തം കൺട്രോൾ. നമ്മൾ ഈ പറയത്തില്ലേ ദൈവം എന്ന് പറയുന്ന സാധനം പോലെ, ആ സമയത്ത് നമ്മൾ ആരാധിക്കുന്ന AI. എന്താ ആരാ നിങ്ങളുടെ ഇത് AI വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ആവും ആ സാധനം. അങ്ങനെയൊക്കെ രീതിയിൽ മാറും. പക്ഷെ ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് ചിലപ്പോൾ ഇനി മില്യൺ ഒന്നും ആവില്ല, ഒരു 100-150 വർഷങ്ങൾക്കകം ഇത് സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ഡീപ് ഫേക്ക് ഇപ്പോഴേ വന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെയൊക്കെ ഫോട്ടോസ് ഗാലറിയിൽ നിന്ന് എടുത്ത് ഡീപ് ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് ഞാനല്ലേ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. ഡീപ് ഫേക്ക് ഇല്ലാത്ത കാലത്ത് ഡീപ് ഫേക്ക് ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് 3GP കാലത്ത് ഡീപ് ഫേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പോട്ടെ, അതൊക്കെ സ്വകാര്യതയാണ്, അത് നമ്മൾ ഇടപെടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഗാലറി ഒക്കെ അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഡീപ് ഫേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളത് വിശ്വസിപ്പിക്കാനും പാടായിരിക്കും. അതുകൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ, മൊബൈൽ എന്ന് പറഞ്ഞ സാധനം, ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇന്ന് ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ സാധനത്തിലാണ് അല്ലെ. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ജീവിതം, സ്വകാര്യത, നമ്മുടെ ഇത് വേണ്ട നമുക്ക്. ഇപ്പം ഇതാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. മൊബൈൽ തൊട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിലാണ് തപ്പുന്നത് അല്ലെ. ഗൂഗിളാണ് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ തന്നെ. മനുഷ്യൻ മൊബൈലിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അപ്പൊ അതനുസരിച്ച് ഇത് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള, അപ്പൊ ഇത് കേൾക്കുന്ന ചില ആൾക്കാരൊക്കെ വിചാരിക്കും നമുക്കറിയാം, പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരും കാണില്ല നിങ്ങളോട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയണ, ആരും കാണില്ല. കാരണം ഇത് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഈ മൊബൈലിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ഇതെന്റെ സ്വകാര്യതയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ മൊബൈലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കേ അറിയാവൂ, മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ആവശ്യം ജെന്യൂൻ ആണെങ്കിൽ പോലും ആവശ്യം നിങ്ങളെ തട്ടിപ്പിൽപ്പെട്ടു, പോലീസ് ആദ്യം ചോദിക്കുന്ന മൊബൈൽ തരൂ എന്ന് പറയും. അവര് അതിനകത്തുള്ള സകല കാര്യങ്ങൾ റിക്കവർ എടുക്കും, എന്തായാലും എടുക്കും. നിങ്ങൾ ചിലപ്പോ നിങ്ങൾ പെട്ടത് തട്ടിപ്പ്, നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ട് ആ മൊബൈലിലുണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും? അത് പോലീസ് എല്ലാം റിക്കവർ ചെയ്തെടുത്ത് കൃത്യമായിട്ട് അത് അഴിച്ചു പറക്കി പരിശോധിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ പോലീസുകാർ ആരെ കണ്ടാലും മൊബൈൽ ഉടനെ പിടിച്ചു വാങ്ങിച്ച് പരിശോധിക്കുന്നത്. പണ്ടൊക്കെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇടി കൊടുക്കണം, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മൊബൈൽ വാങ്ങിച്ചിട്ട് വാട്സ്ആപ്പ് ചാറ്റ് റിക്കവർ ചെയ്തെടുത്തത് എല്ലാം അതിനകത്ത് കിട്ടും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അപ്പൊ അതാണ് ഇവർക്ക് സംഭവിച്ചത്. ഇവരുടെ ആയുധം ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടും കൂടെയാണ് ഇവരുടെ വസ്ത്രം വിശ്വസിക്കുകയാണ് ഇവര്. അപ്പൊ അത് പറഞ്ഞ് ഫലിപ്പിക്കുകയാണെന്നുള്ളതാണ്. അവരെ പോലും അത് അങ്ങനെ ഈ ജെറി അമൽദേവിന് അങ്ങനെ അയാൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു വിദ്യാഭ്യാസമുള്ള ബാങ്ക് മാനേജറാണ് രക്ഷപ്പെടുത്തിയത് ആ ലേഡി. അവര് പിന്നെ ഫോൺ അത് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കേൾക്കത്തില്ല, പുള്ളി പറയുന്ന ക്യാഷ് എടുക്കാനാ പറയുന്നത്. പുള്ളി ഈ ബാങ്ക് മാനേജർ പിന്നെ പരിചയമുള്ള പോലീസ് ഓഫീസറെ വിളിച്ചു. അപ്പൊ അങ്ങനെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ നീക്കം പൊളിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ 15 ലക്ഷമോ മറ്റോ ആണ് അവർ ആവശ്യപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പ് ആരുടെയോ കാശ് പോയി എന്ന് പറഞ്ഞ ദിവസവും പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അഭിഭാഷകയാണെന്നുള്ളതാണ്. അവരെ നഗ്നയാക്കി ഈ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ശരിക്കും തട്ടിപ്പാണ്. അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഈ അഭിഭാഷക എത്ര ആളുകളെ വധശിക്ഷയ്ക്ക് ഇവര് കേസ് വാദിച്ച അവസാനം നമ്മളെ നാട്ടിൽ പറയാം, അയ്യോ അയാൾ വാദിക്കണ്ട, ഈ പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ അഴിച്ചു പുറത്തിട്ട് അതുപോലെ ആയിപ്പോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, ഭാവിയിൽ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കട്ടെ. അതിന് നമ്മൾ തന്നെ എടുത്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ.